എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നദീതീരത്ത് സിഗ്നൽ എന്ന സൂചനയുണ്ട്. നദീതീരത്ത് സിഗ്നൽ എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത, നദീതീരത്തെങ്കിൽ ഒരുപക്ഷെ അത് ആ മണ്ണിന്, അതായത് ഈ മണ്ണ് കൊണ്ടോ ഇട്ട സ്ഥലത്തായിരിക്കാനുള്ള സാധ്യത വളരെ ഉയരുകയാണ്. അതായത് ലോറി അവിടെ നിന്ന് നിരങ്ങി നീങ്ങുകയും പിന്നീട് നദീതീരത്തേക്ക് പോവുകയും ഒന്നെങ്കിൽ നദിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നദീതീരത്ത് മൺകൂനയ്ക്ക് അടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. എന്തായാലും നിലവിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് കരയിൽ ലോറി ഇല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. അവിടെ നിലവിൽ സിഗ്നൽ ലഭിച്ചിട്ടുള്ള, ഒരു പുതിയ സിഗ്നൽ ലഭിച്ചതായി സൂചന ലഭിച്ചിട്ടുള്ള സ്ഥലത്ത് സൈന്യം പരിശോധന നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിൽ പരിശോധന നടത്തിയിരിക്കുന്ന സ്ഥലത്ത് അർജുന്റെ ലോറി ഇല്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് സൈന്യം എത്തിയിരിക്കുകയാണ്. അതായത് അർജുന്റെ വാഹനത്തിന്റെ GPS സിഗ്നൽ ലഭിച്ച ഇടം, ഈ കുന്നിനോട് ചേർന്ന് അർജുൻ വാഹനം നിർത്തിയിട്ടത് കണ്ടു എന്ന് പറഞ്ഞ ഇടം, അവിടെ ലോറി ഇല്ല. അതായത് ഇന്നിപ്പോൾ 8 മീറ്റർ താഴ്ചയിൽ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുമ്പോൾ സൈന്യത്തിന്റെ തന്നെ നിഗമനത്തിൽ അല്ലെങ്കിൽ സ്ഥിരീകരണത്തിൽ എത്തുകയാണ് അവിടെ ലോറി ഇല്ല എന്നത്. പിന്നെ ബിനിൽ പറഞ്ഞ സാധ്യതയാണുള്ളത്. ശക്തമായ മണ്ണിടിച്ചിലിൽ ഈ വാഹനം തെന്നിപ്പോയിരിക്കാം, പുഴക്കരയിലേക്ക് വീണിരിക്കാം. അവിടെ അതിനു മുകളിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മണ്ണ് ഡംപ് ചെയ്യപ്പെട്ടിരിക്കാം, ഈ വാഹനത്തിന് മുകളിൽ മണ്ണ് വന്ന് വീണിരിക്കാം. അവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്ലോട്ട് B എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് വാഹനം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നദീതീരത്ത് വെച്ച സിഗ്നൽ കിട്ടിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത്. പ്ലോട്ട് Aയിൽ വാഹനമില്ല, പ്ലോട്ട് Bയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അവിടെ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നദീതീരത്ത് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ സിഗ്നൽ കിട്ടിയിടത്ത്, അതായത് നദിയോട് ചേർന്ന്, ഗംഗാവലി പുഴയോട് ചേർന്നുള്ള തീരത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അവിടെയാണ് ബിനിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വലിയ അലംഭാവം ഉണ്ടായ ഇടം. അതായത് ഈ വാഹനം അവിടെ വീണിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് നിരങ്ങി പോയിരിക്കാം എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആ ഭാഗത്ത് വീണ്ടും വീണ്ടും ഈ മലയടിവാരത്ത് നിന്നും മണ്ണ് നീക്കിയ മണ്ണ് അവിടെ കൊണ്ടിടുകയായിരുന്നു. ആ മണ്ണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നു. അവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും പരിശോധന നടത്തുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണിത്. മലയോട് ചേർന്ന് ഇവിടെ വാഹനമില്ല, അവിടെ പ്ലോട്ട് Aയിൽ നടത്തിയ പരിശോധനയിൽ ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത്, അതായത് ഗംഗാവതി പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അവിടേക്ക്